മഴ തുടങ്ങിയ പിന്നെ നമുക്കിവിടെ മീനൊക്കെ കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. പോരാത്തതിന് നല്ല വിലയും. അതുകൊണ്ടിട്ട് ഞാൻ നല്ല ചിക്കനാണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചിക്കൻ അടുപ്പത്ത് വെച്ച പുറകെ തന്നെ ഞാൻ കോവയ്ക്കാക്കുള്ള പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോവയ്ക്ക മെഴുക്ക് പുരട്ടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് കേട്ടോ. കുറേ നാളായിട്ട് നമ്മൾ പച്ചക്കറി നമ്മുടെ വീട്ടിൽ എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ അധികം ഒന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ. ഉള്ള പച്ചക്കറിയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ എടുത്തിട്ടാണ് ഓരോ കറി ഉണ്ടാക്കണത്. പിന്നെ കറിയെല്ലാം അടുപ്പത്ത് വെച്ച് എല്ലാം കീയനെ ഏൽപ്പിച്ചിട്ട് ഞാൻ മുകളിൽ നമ്മുടെ ചെടി എന്തായെന്ന് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. മഴ പെയ്യുമ്പോഴേ ഇലയെല്ലാം കാറ്റത്ത് പറന്ന് നമ്മുടെ ആ ലോണിലോട്ടാണ് കേട്ടോ വീഴണേ. പിന്നെ ഞാനതെല്ലാം പെറുക്കി കളഞ്ഞ് ആ ചെടിയെല്ലാം നോക്കിയപ്പോൾ മഴ പെയ്ത് ആകെ കുളമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് സെറ്റ് ചെടിയെല്ലാം നോക്കി ഞാൻ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം നമ്മുടെ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഇരുന്നേ പുഴയിലോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര രസമാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ വെറുതെ ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ ഞാനിവിടെ വന്നാണ് ഇരിക്കാറുള്ളത്. അതും കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി താഴെയുള്ള തുണിയെല്ലാം പെറുക്കിക്കൊണ്ട് കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരമാണ് ഞാൻ ചിപ്പുക്കുട്ടനെ വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഞാൻ അവനുമായിട്ടുള്ള പാൽബൂവും കൊണ്ട് പോക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഓടിപ്പോയി വന്നപ്പോഴത്തേക്കും സ്ത്രീ ആണെങ്കിൽ വേഗം വാടി നമുക്ക് ജാതിക്ക പെറുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടേ ഒഡോമോസും ഒക്കെ ആയിട്ട് ആൾ നിൽക്കുവാണ് കേട്ടോ. അവിടെ ഭയങ്കര കൊതുകാണേ. അറിയാനും പാടില്ല എന്ത് അധ്വാനിക്കാൻ പോണ കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധ്വാനിയുടെ അധ്വാനം. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലി മൊത്തം തീർത്ത് ജാതിക്കവർക്ക് ഉണക്കി അക്കിയൊക്കെ വൈകുന്നേരം നീ ഒരുമിച്ച് കുഴമ്പനാനും പിടിച്ചിട്ട് കൊടുക്കണം. ജാതിക്കവർക്ക് ഉണക്കി പിള്ളേരുടെ ചോറൊക്കെ പാത്രത്തിലാക്കി പിള്ളേരുടെ യൂണിഫോം കഴിച്ച് പിള്ളേരെ വിട്ട് കെട്ടിയോൻ്റെ ഉടുപ്പ് തേച്ച് കെട്ടിയോനെ റെഡിയാക്കി ഇത്രയും കാര്യങ്ങൾ രാവിലെ ചെയ്യുന്നൊരു ഉത്തമയായ വീട്ടമ്മയാണ് ഞാൻ. എന്നിട്ട് ജോലിക്കും പോകും. ഉത്തമ ഇച്ചിരി എണ്ണ കുഴമ്പ് മേടിച്ചു കൊടുത്തേ. ബംഗാളിയുടെ വില പോലും എനിക്ക് കെട്ടിയോൻ തന്നില്ല. നല്ല ഓർക്കണം. മൊത്തം വേണ്ട കേട്ടോ. ഓ ആന്നേ. നമ്മളുള്ളതേ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള നമ്മുടെ ഒരു പറമ്പിലാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ജാതിക്ക പെറുക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പം മഴ കാരണേ മൊത്തം വീണ് ആകെ നാശകോശമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉണക്കി കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ശ്രീ ഇന്നലെ വേറെന്തോ ഒരു ടെക്നോളജി എന്തോ തെർമോക്കോളൊക്കെ വെച്ചിട്ട് എന്തോ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം കേട്ടോ. ഇനി ഇത് എത്രയൊക്കെ ശ്രമിച്ച് ഉണക്കാൻ നോക്കിയാലും ഒന്നും സെറ്റ് ആകാറില്ല. പക്ഷേ അച്ഛനുണ്ടായിരുന്നപ്പം ഒരെണ്ണം പോലും കളയാണ്ട് അച്ഛൻ റെഡിയാക്കണ കാണാം കേട്ടോ. അതെങ്ങനെയാണോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടും ഒന്നും ശരിയാവണുണ്ടായിരുന്നില്ല. കൂടുതൽ ജാതിക്ക പെറുക്കാൻ വന്ന ആളാണേലേ ഇവിടെ മാരക ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ. ഇതിനിടക്ക് ജാതിക്കായുടെ വിവിധ ഭാവങ്ങൾ ക്യാമറയിൽ ഒപ്പുന്ന തിരക്കിലായിരുന്നു നമ്മുടെ കഥാനായകൻ. ഞാനത് പറഞ്ഞപ്പോൾ പിന്നെ ക്യാമറ എൻ്റെ കയ്യിൽ തന്നിട്ട് ആൾ ജാതിക്ക പെറുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം ഫോട്ടോ എടുത്തുകൊണ്ട് ഞാനവിടെ നടന്നു കേട്ടോ. ശ്രീ ജാതിക്കായി പെറുക്കി. അവിടെയൊക്കെ വന്നിട്ടുണ്ടോ? അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് മോര് കാച്ചിയതാണ് ഉള്ളത്. ഇവിടെ സ്കൂൾ തുറന്നാൽ പിന്നെ നമ്മുടെ വീട്ടിൽ എന്നും മോര് കാച്ചിയതുണ്ടാവും കേട്ടോ. എന്നുവെച്ചാൽ ഒരു ദിവസം എങ്ങാനും എണീക്കാൻ താമസിച്ചാലേ പണി പാളരുതല്ലോ. അതുകൊണ്ട് അതിവിടെ നമ്മുടെ ആസ്ഥാന കറിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവരച്ഛനും മക്കളും കൂടെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് നല്ല മഴയും. നമ്മുടെ ഇവിടെ ഇത്ര ദിവസം തെളിവായിരുന്നെങ്കിലും ഇന്ന് നല്ല മഴയാണ് കേട്ടോ. പിന്നെ ഞാൻ അവരെ വിട്ടിട്ട് മഴ തോരാനൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഉള്ള കോട്ടൊക്കെ എടുത്തിട്ട് ഞാനും പോന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും ഇത് നമ്മുടെ അന്ന് ടൂർ പോയ കുറേ കളർ കോഴി കുഞ്ഞു കോട്ട് മേടിച്ച കാരണം അടിപൊളിയാണ് കേട്ടോ. കോട്ടൊക്കെ ഇട്ടെങ്കിലും ഞാൻ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ. ഓക്കെ, സി യു.